കേരളത്തിലെ ഏറ്റവും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവാണ് KPCC അധ്യക്ഷനും ഒപ്പം തന്നെ കേരള വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്. അതിനർത്ഥം മറ്റു നേതാക്കളാരും മാന്യന്മാർ അല്ല എന്നുള്ളതല്ല. അപ്രതീക്ഷിതമായി കിട്ടിയ KPCC അധ്യക്ഷ പദവിയും ആ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ നേടിയെടുത്ത നിയമസഭയിലെ തകർപ്പൻ വിജയവും അതിനുശേഷം തന്നെ തേടിയെത്തിയ മന്ത്രി പദവും ഒക്കെ കൊണ്ട് അങ്ങ് കൊടിമുടിയിൽ നിൽക്കുകയായിരുന്നു സണ്ണി ജോസഫ്. എന്നാൽ ഇപ്പോൾ വന്ന ചില വിവാദങ്ങൾ അദ്ദേഹത്തെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം അളിയനെ കുടിയിരുത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച ചെയ്യുന്നവരെ കുറ്റം പറയാനുമാകില്ല. കാരണം UDFും കോൺഗ്രസും ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയതും ഇതേ വിഷയം പറഞ്ഞു തന്നെയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സണ്ണി ജോസഫ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. സണ്ണി ജോസഫിനെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് അദ്ദേഹത്തിൻ്റെ തെറ്റായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല എന്നുള്ള കാര്യം. എങ്കിലും സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് അഴിമതി തന്നെയാണ്. അങ്ങനെ അഴിമതി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതൊരു കീറാമുട്ടിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. തെറ്റുകൾ പറ്റാത്തവരായി ആരുമില്ല. എങ്കിലും അതെങ്ങനെ തിരുത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതെങ്ങനെ തിരുത്തുമെന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നതും. അത് വലിയ ചർച്ചയായതോടെ നിയമസഭയിലും വിഷയം എത്തിക്കഴിഞ്ഞു. അതോടെ ആ ബന്ധു നിയമന വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി സാക്ഷാൽ VD സതീശൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടുത്ത ബന്ധു, അതായത് അളിയന് ഉയർന്ന പദവിയിൽ നിയമനം നൽകിയത് തെറ്റാണെന്ന് കോൺഗ്രസിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിച്ചത്. എന്നാൽ അദ്ദേഹം DCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ DCC ജനറൽ സെക്രട്ടറിയായ ബെന്നി തോമസിനെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് നിയമിച്ചത് എന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. കണ്ണൂരിലെ കുറേ നാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ, അദ്ദേഹം മന്ത്രിയുടെ അളിയനായി എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച. ഇടത് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിൽ കടുത്ത വിമർശനമാണ് UDF നേതാക്കൾ അന്ന് ഉയർത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം PK ശ്രീമതിയും അതുപോലെ EP ജയരാജനും KT ജലീലുമൊക്കെ നടത്തിയ ബന്ധു നിയമനത്തിന് സമാനമാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ സഹോദരി ഭർത്താവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായുള്ള നിയമനം എന്നാണ് ഏറെ വിമർശനം ഉയർന്നത്. അതൊരു തരത്തിൽ ശരിയുമാണ്. എന്നാൽ ബെന്നി തോമസിൻ്റെ നിയമനം അങ്ങനെയല്ല എന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ സഹോദരി ഭർത്താവ് ബെന്നി തോമസിൻ്റെ നിയമനം ബന്ധു നിയമനമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് നിൽക്കേണ്ടി വന്നിരിക്കുന്നു. സഹോദരിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു ഉളിക്കലിൽ ഈ ബെന്നി തോമസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ തന്നെ ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റായി, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ആയി കണ്ണൂരിൽ. അതുപോലെ തന്നെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 2 തവണ പ്രസിഡന്റായി. അങ്ങനെ തുടങ്ങി വർഷങ്ങളോളം രാഷ്ട്രീയ പാരമ്പര്യം ബെന്നിക്കുണ്ട് എന്നാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നല്ല നേതാവ് എന്നുള്ള നിലയിൽ കളങ്കം വരുത്താത്ത സണ്ണി ജോസഫിന് പേഴ്സണൽ സ്റ്റാഫിൻ്റെ പേരിൽ അടി തെറ്റുകയാണോ എന്ന് ചർച്ചയാവുകയാണ്. അല്ലെങ്കിലും സണ്ണി ജോസഫിന് എന്തെങ്കിലും പോരായ്മ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് PCC അധ്യക്ഷനാകുമ്പോൾ പോലും ഈ PAമാരിൽ നിന്ന് മാത്രമായിരുന്നു. തൻ്റെ സ്ഥാനം വലുതാകുന്നതിനനുസരിച്ച് PAമാർക്കുണ്ടാകുന്ന തലക്കനം അത് സണ്ണി ജോസഫിനെയാണ് ബാധിച്ചത് എന്നുള്ളതാണ് സത്യം. അതിന് അളിയനെയും കൂട്ടിയാൽ കൂടുതൽ പ്രശ്നമുണ്ടാകുമോ എന്നാണ് പാർട്ടി ഭയപ്പെടുന്നത്. ഏതായാലും നല്ലൊരു നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഇങ്ങനെയുള്ള നിയമനം കൊണ്ട് ചെറുതാകരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉള്ളത്. മുഖ്യമന്ത്രി അതിന് പരിഹാരം കാണും എന്നുള്ളതാണ് പ്രതീക്ഷ.